My dear friends, today we're meditating on the promise verse which is in Exodus 14:13. പുറപ്പാട് 14:13 വാക്യമാണ് ഇന്ന് നാം വാഗ്ദത്ത വാക്യമായി ധ്യാനിക്കാൻ പോകുന്നത്. It says, "Fear not, stand firm and see the salvation of the Lord." ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ. For the Egyptians whom you see today, you shall never see again. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ ഇനി ഒരു നാളും കാണുകയില്ല. Yes, my dear friends, according to this verse, God says to you, "Fear not, stand firm." ഈ വാക്യപ്രകാരം പ്രിയമുള്ളവരെ, നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ, ഭയപ്പെടരുത് എന്നാണ് കർത്താവ് പറയുന്നത്. You will not see the Egyptians that you see today ever again. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമ്യരെ നിങ്ങൾ ഇനി ഒരു കാലത്തും കാണുകയില്ലെന്നാണ് കർത്താവ് പറയുന്നത്. In the Bible, we see in a few verses before this, ഇതിനു മുൻപായി ഒരു ചില വാക്യങ്ങൾ നാം അവിടെ കാണുന്നു. the Israelites see the Egyptian soldiers coming towards them to try and destroy them. അവരെ നശിപ്പിക്കുവാൻ തക്കവണ്ണം കടന്നുവരുന്ന മിസ്രയീമ്യരുടെ സൈന്യത്തെ ഇസ്രായേൽ ജനങ്ങൾ കാണുകയാണ്. The Israelites are standing in front of a sea which they cannot pass over. അവർക്ക് കടന്നു പോകുവാൻ കഴിയാത്ത ഒരു കടലിന്റെ മുൻപിലാണ് അവർ. They are trapped. അവർ കുടുക്കപ്പെട്ടിരിക്കുകയാണ്. In this moment, they complain to Moses, saying, "If you left us in Egypt, we would have been safe." ഞങ്ങൾ മിസ്രയീമിലായിരുന്നുവെങ്കിൽ സുരക്ഷിതരായിരുന്നേനെമെന്ന് ജനങ്ങൾ മോശയോട് പറയുവാൻ ആരംഭിച്ചു. It would have been better for us to serve the Egyptians than to die in this desert. ഈ മരുഭൂമിയിൽ കിടന്ന് മരിച്ചു പോകുന്നതിനേക്കാൾ മിസ്രയീമ്യരെ സേവിക്കുന്നതായിരുന്നു നല്ലതെന്ന് അവർ പറഞ്ഞു. In that small moment before God rescues them, they lose their faith and start complaining. ദൈവം അവരെ വിടുവിക്കുന്നതിന് മുൻപ് തന്നെ അവർ നിരാശപ്പെടുകയും ദൈവത്തോട് പരാതി പറയുവാനും തുടങ്ങി. Before God led them out of Egypt, He performed so many miracles. മിസ്രയീമിൽ നിന്നും അവരെ പുറപ്പെടുവിക്കുന്നതിന് മുൻപ് അനേക അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്തു. And all of them were able to see the greatness of God. അവരെല്ലാവരും ദൈവത്തിന്റെ മഹത്വത്തെ കണ്ടവരാണ്. But in that one moment where they felt trapped, they started complaining and lost their faith in God. എന്നാൽ അവർ കുടുങ്ങിപ്പോയ ആ ഒരു നിമിഷത്തിൽ അവർ നിരാശപ്പെടുകയും ദൈവത്തിന് വിരോധമായി പരാതിപ്പെടുകയും ചെയ്തു. Many times when we get a promise or when we receive a plan from God, we may face challenges in our life. പലപ്പോഴും നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളോ പദ്ധതികളോ ലഭിക്കുമ്പോൾ വെല്ലുവിളികളെ നേരിടേണ്ട അവസ്ഥയുണ്ടാകുന്നു. We may not know what to do next. അടുത്തതായി എന്ത് ചെയ്യണമെന്ന് നമുക്കറിയില്ല. How am I going to face this difficulty? ഈ പ്രയാസത്തെ എങ്ങനെ ഞാൻ നേരിടും? When we face those challenges, we many times complain to God പലപ്പോഴും വെല്ലുവിളികളെ നേരിടുമ്പോൾ നാം ദൈവത്തോട് പരാതിപ്പെടുന്നു, and blame God, അവിടുത്തെ കുറ്റം ചാർത്തുന്നു, saying, "God, you gave me this promise, but why am I facing this hardship? എനിക്ക് അവിടുത്തെ വാഗ്ദത്തം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഞാനിങ്ങനെ പ്രയാസപ്പെടുന്നുവെന്ന് നാം പറയും. Why should I go through this financial struggle? എന്തുകൊണ്ടാണ് എനിക്ക് ഈ സാമ്പത്തിക പ്രയാസം? Why should I face failure? എന്തുകൊണ്ട് ഞാൻ തോറ്റുപോകുന്നു? Why should I face loss? എന്തുകൊണ്ട് എനിക്ക് നഷ്ടമുണ്ടാകുന്നു? Why should I face criticism?" എന്തുകൊണ്ട് ഞാൻ വിമർശിക്കപ്പെടുന്നു? And we say, "God, if I had not gotten this plan or this promise, I would have been doing well in my life." കർത്താവേ, ഈ വാഗ്ദത്തമോ പദ്ധതിയോ ഇല്ലായിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ നന്നായിരുന്നേനെമെന്ന് പറയുന്നു. If I stayed in my old job, if I was doing this, if I was doing that, I would have been fine. But why are you making me do this new thing? എൻ്റെ പഴയ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ പഴയതുപോലെ ഞാൻ ജീവിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നന്നായിരുന്നേനെ. കർത്താവേ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു പ്രയാസത്തെ അവിടുന്ന് വരുത്തി വെച്ചത്? But my dear friends, God says, "Fear not." സുഹൃത്തെ, എന്നാൽ കർത്താവ് പറയുന്നു, ഭയപ്പെടരുത്, Stand firm ഉറച്ചു നിൽക്കാം, and see the salvation of the Lord. അങ്ങനെ ദൈവത്തിന്റെ രക്ഷയെ കണ്ടുകൊള്ളുക. The enemy that you see today, നീ ഇന്ന് കാണുന്ന ശത്രുവിനെ, the struggle that you see today, നീ ഇന്ന് കാണുന്ന ബദ്ധപ്പാടുകളെ, the obstacle that you see today, ഇന്ന് കാണുന്ന തടസ്സങ്ങളെ, the sickness that you see today, ഇന്ന് അനുഭവിക്കുന്ന രോഗങ്ങളെ you shall never see again. ഇനി നീ ഒരിക്കലും കാണുകയില്ല. We see in that same chapter, God opened up the Red Sea and split it in two. അതേ അധ്യായത്തിൽ തന്നെ ചെങ്കടലിനെ രണ്ടായി പിളർന്നതായി നാം വായിക്കുന്നു. And the Israelites were able to walk on dry land passing over. അങ്ങനെ ഇസ്രായേൽ മക്കൾ തുവർന്ന നിലത്തൂടെ കടന്നു പോകുവാനിടയായി. When the Israelites passed over to the shore, the sea closed up on the Egyptians. ഇസ്രായേൽ മക്കൾ മിസ്രയീമിനുടെ അടുത്തു നിന്നും ആ ചെങ്കടലിലൂടെ അക്കരയ്ക്ക് പോകുവാൻ ഇടയായി. And they were not able to consume the Israelites. അതുകൊണ്ട് ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. So my dear friends, God will make sure to show His glory
and His power towards all the obstacles that you're facing. നിങ്ങൾ നേരിടുന്ന തടസ്സങ്ങൾക്ക് മുൻപിൽ ദൈവത്തിന്റെ മഹത്വം കാണിക്കുമെന്നുള്ള ഉറപ്പ് ദൈവം നിങ്ങൾക്ക് നൽകി തരും. And you will see the salvation of the Lord. അങ്ങനെ നിങ്ങൾ കർത്താവിന്റെ രക്ഷയെ കാണും. So be of good cheer, my dear friend. അതുകൊണ്ട് സുഹൃത്തെ സന്തോഷമായിരിക്കുക. God is on your side. ദൈവം നിങ്ങളുടെ പക്ഷത്തുണ്ട്. You will never see the enemy that is attacking you today. ഇന്ന് നിങ്ങളെ ആക്രമിക്കുന്ന ശത്രുവിനെ നിങ്ങൾ ഇനിമേൽ കാണുകയില്ല. Shall we thank Him and pray? നന്ദിയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. Lord, thank you for this wonderful ഈ promise. അതിശയ വാഗ്ദത്തത്തിന് നന്ദി. We praise you for your great power and your glory. അവിടുത്തെ തേജസ്സിൽ വലിയ ശക്തിയുണ്ടല്ലോ. Today, help us not to doubt your power, അവിടുത്തെ ശക്തിയെ സംശയിക്കുവാനിടയാകാതെ but to trust in you, അവിടുത്തെ വിശ്വസിക്കുവാനിടയാക്കണമേ. that you will help us to pass over to the shore, ഞങ്ങളെ അക്കരയ്ക്ക് നീ എത്തിക്കുന്നവനാണല്ലോ. showing your great wonders and miracles. അവിടുത്തെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാട്ടുന്നവനാണല്ലോ. Thank you that you will destroy all the enemies, all the obstacles, all the sicknesses today. സകല ശത്രുക്കളെയും സകല തടസ്സങ്ങളെയും സകല രോഗങ്ങളെയും അവിടുന്ന് മാറ്റിക്കളയുന്നവനാണല്ലോ. And we will never see them again. അവയെ ഞങ്ങൾ ഇനി ഒരിക്കലും കാണുകയില്ലല്ലോ. Thank you for giving us your confidence അവിടുന്ന് തന്ന ആത്മധൈര്യത്തിന് നന്ദി. and helping us to see your salvation. അവിടുത്തെ രക്ഷ കാണുവാനിടയാക്കിയതിനും നന്ദി. Bless your children today. നിന്റെ മക്കളെ ഇന്ന് അനുഗ്രഹിക്കണമേ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.